എന്താ ഇവിടെ പ്രശ്നം? ഞാൻ ഇവിടെ വെച്ച് ഋതിക ഒന്ന് തൊട്ടു, അതിനാ ഇയാള്. ദീപകേ, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ ചെറിയമ്മനല്ലേടെ ഇത്? ക്ഷമ ചോദിക്കടാ. സോറി അമ്മാവ. ശേഖര, നീ പോ. എടാ, നീ എന്തിനാടാ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊക്കെ ഒപ്പിക്കുന്നേ? രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാൻ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുമ്പോഴേ അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. നീ എന്തിനാടാ അവളെ കയറി പിടിക്കാൻ പോയേ? അമ്മേ, ഞാൻ പിടിച്ചൊന്നുമില്ല. ഞാൻ പുറകെ ചെന്നൊന്ന് കണ്ണുപൊത്തിയതേ ഉള്ളൂ. എന്തിന്? കണ്ണുപൊത്താൻ പോയിരിക്കുന്നു അവൻ. എടാ, നീ ഇങ്ങ വന്നേ. അമ്മേ, അമ്മ എന്തിനാ എല്ലാത്തിനും എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? എടാ, വേഗോളം കാത്തില്ലേ, ഇനി ആറുവോളം ഒന്ന് കാക്കടാ. ഞാനങ്ങനെ ആർത്തി മുത കയറി പിടിച്ചൊന്നുമല്ല. ഞാനൊരു തമാശ കാണിച്ചതാ. ഇപ്പൊ തമാശ കാണിക്കേണ്ട സമയമൊന്നും അല്ല. നീങ്ങ വന്നേ, വരാൻ. ഭാവി, കരയില്ലേ? അമ്മ ഇപ്പൊ വരാം. ഇങ്ങനെ ബലം പിടിച്ചാൽ എങ്ങനെയാ ദിവ്യ? എന്നോട് ബലം പിടിക്കാൻ മാത്രം ആളായോ നീ? ദീപക് സാറേ, ഇവിടുന്ന് പോ. പോയില്ലെങ്കിൽ ഞാൻ രാജുവേട്ടനെ വിളിക്കും. അയ്യോ ദിവ്യ, വേണ്ട. നീ രാജുവിനെ വിളിക്കല്ലേ. ഞാനിവിടുന്ന് പൊയ്ക്കോളാം. നീ രാജുവിനെ വിളിച്ച് ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. പറഞ്ഞാൽ എന്നെ മൂക്കിക്കോടി. ദീപക്, എന്നെ വിട്. ദീപക്കെന്നോ? അതെ. എന്റെ മുഖത്ത് നോക്കി ദീപക്കെന്ന് വിളിക്കാൻ മാത്രം ആളായോടി നീ? നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് നിന്നെ വേണം. ദീപക് സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ. പോയുള്ള കുഞ്ഞെവിടെയാ നോക്കിയേ? വേണ്ട, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. അടങ്ങി നിക്കടി മോളെ. ദീപകെ, വേണ്ട. നിന്റെ കാല് ഞാൻ പിടിക്കാം. എന്നെ എന്ത് വേണേലും ചെയ്തോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. നിന്നെ നിന്റെ കുഞ്ഞിനെ തൽക്കാലം ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ ജീവനോടെ സേഫ് ആയിരിക്കുന്നതാ എന്റെ സേഫ്റ്റി. നിങ്ങൾക്ക് ഞാനൊരു പോറൽ പോലും ഏൽപ്പിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ അത് എന്റെ തലയിലാവില്ലേ? പിന്നെ പിന്നെ നീ എന്തിനാ ഇവിടെ വന്നേ? ഓ, ഒന്നും അറിയാത്തതുപോലെ. എന്റെ ഋതികടൻ കല്യാണം നടക്കുമ്പോ നീ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് കയറി വരില്ലെന്ന് എനിക്ക് എന്താണ് ഉറപ്പ്? ഞാൻ എന്തിനാ അങ്ങോട്ട് വരണം? നിനക്ക് വരാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവള് പറഞ്ഞ നീ വരില്ലേ? അമ്മാവന് പകരം ഞാൻ ഇലക്ഷന് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തീരുമാനിച്ച് നോമിനേഷൻ നൽകാൻ ഇറങ്ങിയ ദിവസം, ആ ദിവസം മുതൽ നിന്നെ എന്റെ മുമ്പിൽ നിർത്തി കളിക്കാൻ തുടങ്ങിയതാ അവര്. നാളെ എന്റെ ഋതികയുടെ വിവാഹം. നിന്നെ നിന്റെ കുഞ്ഞിനെ ഇറക്കി എനിക്കെതിരെ നിന്നെ ആരെങ്കിലും വിവാഹ പന്തൽ എത്തിക്കില്ലെന്ന് എനിക്കെന്താ ഉറപ്പ്? അങ്ങോട്ട് പോടി. ഞാനെന്ത് പറയാനാ ചേച്ചി? അമ്മായി അല്ലെങ്കിലും ഒന്നും പറയില്ലല്ലോ അമ്മേ. അമ്മായി അമ്മാവനും അവന്റെ സൈഡല്ലേ. ഇവർക്ക് ഞാനല്ലല്ലോ, രാജുവല്ലേ വലുത്. ഇവരുടെ ദൃഷ്ടിയില് രാജു മഹാനും ദീപക് മഹാമോശമാണല്ലോ. ആണോ യാമിനി? അങ്ങനെയാണോ? അല്ല ചേച്ചി. ഏയ്, എന്താടാ ദീപകെ, നീ നിന്റെ അമ്മായിയെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച എങ്ങനെയാ? അവൾക്കും ശേഖരനും നീ എന്നോട് പറയുന്നത് പോലെ നിന്നോട് വെറുപ്പൊന്നുമില്ലടാ. ശേഖര, ഇനി അങ്ങനെ വല്ല വെറുപ്പും ഉണ്ടെങ്കിലേ ഇന്നിവിടെ നടക്കാൻ പോകുന്ന ദീപകിന്റെയും ഋതികയുടെയും വിവാഹത്തിന് മനസ്സിൽ എതിർപ്പുണ്ടെങ്കിൽ അത് മനസ്സിനുള്ളിൽ തന്നെ അങ്ങ് കുഴിച്ചു മൂടുന്നതായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. അതല്ല, എന്റെ മകനെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നിങ്ങൾ നടത്തിയെന്നോ ഗൂഢാലോചന നടത്തുന്നവരുടെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ, അറിയാലോ. അല്ല, അപ്പു എവിടെ? അവള് ഹോസ്റ്റലിൽ നിന്ന് വന്നില്ലേ? ഇല്ല ചേച്ചി, അവൾക്ക് എക്സാം.
അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ഋതിക ചേച്ചി. ആ ചേച്ചിയുടെ വിവാഹത്തിന് അവള് വരാതിരുന്ന എങ്ങനെയാ യാമിനി? പിന്നെ അപ്പു വന്നില്ലെങ്കിൽ ഇവിടെ കെട്ട് നടക്കില്ലല്ലോ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ മിണ്ടാതിരിക്കടാ. വേണുവേട്ടാ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ഋതിയമോളുടെ കാര്യത്തില് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഞാനും അത് തന്നെയാണ് ആലോചിക്കണത്. എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. മൊത്തത്തില് ഞാൻ ആകെ തളർന്നു. എന്റെ ആത്മവിശ്വാസം എല്ലാം നഷ്ടമായി. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് ആലോചിക്കുക. എങ്ങനെയെങ്കിലും ദീപക്കുമായിട്ടുള്ള ഋതിക മാഡത്തിന്റെ വിവാഹം മുടക്കണം. പ്രിയേ, നമ്മൾ വിചാരിച്ചിട്ട് അതെങ്ങനെ നടക്കൂന്നാ? അത് വലിയ പ്രശ്നാവില്ലേ? നമ്മളെങ്ങാനും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നോ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നോ വർമ്മ സാർ അറിഞ്ഞ അതോർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ ഋതിയമോളുടെ കാര്യം ആലോചിക്കുമ്പോ വലിയ വിഷമമുണ്ട്. അമ്മേ, ഞാൻ രാജുവിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അവനോട് ഞാൻ എത്ര തവണ മാറി മാറി സംസാരിച്ചതാ. എന്നിട്ട് അവൻ എന്തെങ്കിലും കുൽക്കൊണ്ടോ? അവർ ഋതിക മാഡത്തിന്റെ വിവാഹം നടത്തി കൊടുക്കാൻ നടക്കാല്ലേ? എന്ത് ചെയ്യാന്? നിങ്ങൾ ഇനി അവനോട് ദേഷ്യപ്പെടണ്ട, സമാധാനപ്പെട്. അവനോട് ദേഷ്യപ്പെട്ടിട്ടോ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല. നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം.